എപ്പോ നോക്കിയാലും തിരക്കാണ്. എന്നെ ഇപ്പൊ ഇന്നൊന്ന് കിട്ടിയതാണ്. എന്താ വർത്താനം? സുഖല്ലേ? അല്ല ചെങ്ങായിമാരെ, ഇങ്ങക്ക് വല്ല പണിക്കും പോയിക്കോട്ടെ. ഇവിടെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇവിടെ കുത്തിരിക്കാണ്ട്, ഇങ്ങോട്ട് വരുമ്പോഴും കുത്തിരിക്കാണ്ട്. വേറെ പണി എന്തിരുത്തായി ഇരിക്കണം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നം ഈ ആൾക്കാരെ ഇങ്ങനെ തിന്നല്ല. സുഖം മൈമുട്ടിയൊക്കെ ഇപ്പൊ മൂന്നാമതും കെട്ടാൻ പോകണ്ട പറഞ്ഞ ചെന്ന മൈമുട്ടിയൊക്കെ അതുണ്ടോ? ഞാൻ പറഞ്ഞ എന്ത് സംഭവം നടക്കാം ഞങ്ങൾ ആദ്യം അറിയാം. ഇത് വർത്താനം മറ്റുള്ള വർത്താനൊക്കെ ആളെ കുതിര ഐക്യങ്ങള് അതല്ല നമുക്ക് ഒന്ന് കിട്ടിയിട്ട് കൊത്താൻ പറ്റുന്നില്ല. രണ്ടു മൂന്ന് കിട്ടി എങ്ങനെ സാധിക്കും? ഇതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾക്ക് പുലി നമസ്കരിച്ചു. നിങ്ങളൊക്കെ ആളെ കണ്ടുപഠിച്ചു ആദ്യം. എല്ലാം മുട്ടിയേക്കാ നിങ്ങൾ റേഷൻ ഏതാ? എന്താ ഈ പറയണേ? ഞമ്മളൊന്നും മൈമുട്ടിയാക്കാനെ വിടണ്ട, ഒപ്പം നടന്നോളി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ കെട്ടുന്നില്ല, ഇതിന്റെ കൂട്ടുകാരനാണ്. പിന്നെന്താ നിങ്ങൾ യാളെ തിന്നാനായിട്ട് ഇവിടെ ഇരുന്നോളി കേട്ടോ. അതെന്നെ നിങ്ങൾക്ക് നല്ല. ഞാൻ ഇങ്ങനെ പോവുകയാണ്. അയാളെ അതിനെക്കാട്ടും വലിയ പണം. നമ്മക്കേ തന്തക്ക് ഇഷ്ടം ചെയ്യുമ്പോണ്ട് പുളക്കേങ്ങല്ലേ വെക്കാ. എന്നെ പോയി പെണ്ണിട്ടാ നിക്കല്ലേ, ഏതായാലും വെച്ചു കൊടുക്ക. പറിച്ചോ? എന്റെ അലർജിയാണ്, കൈയൊക്കെ ചോറി. ഞാൻ നന്നാക്കി തരാൻ കൂടെ ഉണ്ട്. ഞാൻ പറിച്ചൂട് വരുമ്പോത്തിന് പുഴുങ്ങി കൊടുക്കണ്ടേ? ചേമ്പന്തണ്ടായാലും ഉരക്കായാലും പറിച്ചൂടെ. പറിച്ചാൽ എന്റെ കൈക്കട് തന്നാളെ. 2 തണ്ട് മതി, തോനെടുക്കണ്ട. 2 തണ്ട് മതി, തോനെടുക്കണ്ടട്ടാ. ആ മൂത്ത തണ്ട് നോക്കിയാൽ 2 തണ്ട് മതി. ആ പൂളക്കേക്ക് ഇടാനല്ലേ. 2 വർഷം പൂളുണ്ട് അവിടെ. അതിന് ചീരമുളക് ഉണ്ടെങ്കിൽ അത് എടുത്തോ. ആ മൂത്ത നോക്കി എടുത്തോ. ആ അതന്നെ വേണ്ട, 2 മതി. ആ പൂളക്കേക്ക് ഇടാനല്ലേ. അങ്ങനെ വേകുമ്പോ വരും ചോറമ്പ് ഇറങ്ങാണ്ട്. ആ ഇത് മതി, ഒരു ഇല എടുത്തോ. ഒരു ഇല വെക്കാണ്ടേ. ചോറിയൊന്നും ഇല്ല ഞങ്ങൾക്ക്. ആ അത് മതി. അതൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ഇതിക്ക് ഉണക്കമീൻ എന്തെങ്കിലുമൊക്കെ പോയി തന്തക്ക് ചോറിയണം. തന്തല്ലേ സമാധാനം തരലുണ്ട്. ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്തല്ലേ. ആ അതായിരുന്നു ഇബ്രാഹിന്. ഇത് വരും മനസ്സാ. 3ാമത് പെണ്ണിട്ടാൻ പൂജിച്ചെടുക്ക. പെരി അടുക്കടി വന്ന സ്വകല്ല. പെണ്ണുമോനെ ഞാനും അത് കേട്ടു. ആ കാക്ക 3ാമത് പെണ്ണ് കിട്ടുന്നില്ല. ഞാനല്ല, മൊമ്പർത്തെ തങ്ങളെ ഞാനല്ല. നിങ്ങളെ കാട്ടി കൊടുത്തത് അങ്ങോട്ട് എന്നോട് പറഞ്ഞു. ആര്? ഉച്ചക്ക് മക്കളുണ്ടാക്കി പോയതാ. തമ്പുരാനെ ഞാനല്ല. എന്ത് വർത്താനം ഈ പറയണേ? ഞാനല്ല മോളെ. ഞാൻ എങ്ങനെയാ ചെയ്യും? ഒന്നു മോളെ ഞാനല്ല. ആ കാക്കാന്റെ പല്ലടിച്ചു വെച്ചു ഞാൻ. പെണ്ണ് കെട്ടണ്ടേ? ഞങ്ങൾ രണ്ടാളില്ലേ? അപ്പൊ ഞാനല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ റോട്ടിൽ നിന്ന് അറിഞ്ഞു അയാൾ 3ാമത്തെ കെട്ടുകയാണെന്നില്ലേ. കാണാനൊക്കെ ഞാൻ രണ്ടാളും പറഞ്ഞിട്ടുള്ളൂ. ഇബ്രാഹിം ഞാൻ പോട്ടെ, ഇങ്ങോട്ട് കേറിക്ക. ഇബ്രാഹിം ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞു കൊടുക്കണം. എന്താ ഇപ്പൊ ഈ പറയുന്ന കുട്ടിയെ? ഞാനല്ലതേ. ആനിപ്പോ റോട്ടിൽ നിന്ന് ഞാനും കേട്ടപ്പതേ ഇങ്ങനെ ഒരു സംഭവം പറയണേ. ഇത് കേൾക്കണോ? മനസ്സന്മാരൊക്കെ പറയാ. നിങ്ങൾ 2 പെണ്ണുങ്ങൾ പെരിയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആ വലിപ്പില്ലാത്ത സാധനത്തിന് കെട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ട്? ഞാൻ ആ കാക്കാനോടും ചോദിച്ചോക്കട്ടെ. ഓളെ കെട്ടിച്ച് കാര്യം കുട്ടികളുണ്ടാവൂല. കുരിപ്പ് കാക്കാനോടൊന്ന് പറഞ്ഞൂടെ? തന്തോട് പറഞ്ഞ മനസ്സിലാവൂലു. ഞങ്ങൾ പറഞ്ഞെടുക്കാണ്. ഉച്ചക്ക് ചോറ് കൊടുത്തീര. ഇപ്പൊ വരും. അപ്പൊ ഇത് തിന്നിട്ട് ചേമ്പിന്റെ പൂളക്കയും കൂട്ടി വെക്കാച്ചത്. അയാൾക്ക് അല്ലിയിലും പോന്റെ പൂളക്കയും ചേമ്പിന്റെ വലിയ ഇഷ്ടാ. ആ പണ്ടാരത്തിന് ഇഷ്ടം വെച്ചെടുക്കാൻ ഞങ്ങളെ കിട്ടില്ല. പണ്ടേ ഞാൻ കിട്ടിയത്. ഇനിയിപ്പൊ അതിനൊന്നും കിട്ടൂല. ഇനിയിപ്പൊ ഇത്ര 6 ദിവസം വരുന്നുണ്ടല്ലോ. ഓരോ ഇഷ്ടം വെച്ചെടുത്താ എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. ചിലപ്പോ ഇയാളൊക്കെ നമ്മൾ പറയക്കാരം. ഞാനല്ല. വല്ലതും തരുന്നുണ്ടപ്പ അയച്ചിട്ട് വെച്ചു. എന്താ അതെ, ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ പറ്റി. ഈ 3ാമത് കെട്ടാൻ പോവാറുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ആദ്യം ചോറ്. എന്തിന്റെ കുറവ് നിങ്ങക്ക്?
ഞങ്ങൾ രണ്ടാളും നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നില്ലേ? നിങ്ങൾ തിരുമ്പി തരുന്നില്ലേ? പിന്നെ അതിമോളല്ലേ നിങ്ങക്ക്? ഇപ്പൊ നിങ്ങൾ രണ്ടും മറ്റൊരു പറഞ്ഞ രണ്ടി ആയപ്പാ ഞങ്ങൾക്ക് അധികം എന്താ? ഞങ്ങൾ എന്തിനു പറഞ്ഞ അപ്പൊ തന്നെ നന്നാവൂലേ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് ചോറാമ്പി അതിനെ പറ്റി നമുക്ക് പിന്നെ പറയാം. അതെ ഇവിടെ രണ്ടാളും എന്താണ്? കൊറേ ചോറ് അൽമ്പൊന്നുണ്ടോ, കൊറേ തിരുമ്പി തന്നോണ്ടോ? അതൊന്നും അല്ല, വേറും പല കാര്യങ്ങളും ഉണ്ട് ഒരാണാകുമ്പോ. എന്താ കാര്യം ഒന്ന് പറയും. നിങ്ങൾ പെണ്ണ് കെട്ടാ എന്താ കാര്യം? എന്താ നിങ്ങൾക്ക് രണ്ടാക്കും അറിയില്ലല്ലേ? എന്താ കാര്യം അറിയണല്ലോ. പെണ്ണ് കെട്ടാ എന്താണ്? ഓളക്കോണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്നക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ നേരത്തെ പറഞ്ഞില്ല? അതെ അത് അറിഞ്ഞിട്ട് മതി നിങ്ങളെ കല്യാണം. കഴിഞ്ഞ ആ എന്നാ രണ്ടാളും കേട്ടോളി. ആ പറയും. നിങ്ങൾ കൊറേ തിരുമ്പി തന്നോണ്ടും കൊറേ വെച്ചുണ്ടാക്കി തന്നോണ്ടും അതുകൊണ്ട് മാത്രമൊന്നും ഭാര്യമാരാവില്ല. പിന്നെന്താ ഭാര്യ എന്നുള്ള നിലക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ വേറെ ഉണ്ട്, മനസ്സിലായോ? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും അറിയില്ലേ? ആ ആണുങ്ങൾക്ക് 4 5 കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അത് പറയേക്കാരോ അതിനാണ്. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യത്തിനടുത്ത് ഉണ്ടാവും. സഫിയ, ആ റസിയ, ഞാനൊന്ന് തീരുമാനിച്ചു. എന്താണാവോ? ആ കുറച്ച് ദിവസം കഴിഞ്ഞാ നിങ്ങൾക്കത് മനസ്സിലാവും. കൊണ്ടുവന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ചെയ്യും. ആ തിന്നാനാണ് തരാതങ്ങള് വിട്ടിണ്. ഇപ്പൊ നിങ്ങൾ ആട്ടിണീന് സമ ചെപ്പി ഉണ്ടാവില്ല. വിവരം അറിയും. അത് കൊണ്ടിങ്ങള് ഒടുക്കത്തെ പൂതിനെ കെട്ടിത്തരാം. നോക്കാം ആര് വരുന്നില്ല നമുക്ക് പെരീക്ക്. ഇതാണ് ഇനി നമ്മളെ പേര. അടങ്ങ സഫിയ, ഇതാരാണ് സത്യം പറഞ്ഞോളെ? ഇതിന്റെ പെണ്ണുങ്ങള്, പുതിയ പെണ്ണുങ്ങളെ. ഇതാണ് ഇനി മുതൽ ഇനി ഓരൊപ്പം ഇതുണ്ടാവും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ റസിയ. നിങ്ങൾ ഒറ്റ കാറാണ് തന്തേ. കുട്ടി പറയണൊക്കെ ഞാൻ റോട്ടുമൊക്കെ നിന്നോട് പറഞ്ഞു വണ്ടി ഒന്ന് വേണം എന്റെ, നമുക്ക് ഒന്ന സ്ഥലത്ത് പോകണമെന്നാണോ? എന്തിനാന്ന് വെച്ചാൽ അല്ല പോരാനോ എണ്ണ അടിച്ചരാനോ അങ്ങനെ പോയതാണ്. അതൊന്നും എങ്ങോട്ട് പോണോ? ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന അവകാശം ഇത് ഞങ്ങളൊക്കെയാണ്. ഇറങ്ങി പോടി അവിടുന്ന്, ഇറങ്ങി പോടി അവിടുന്ന്. രണ്ടാൾ പോയിക്കോളി, രണ്ടാൾ പോയിക്കോളി. നിങ്ങളെ വേറെ ഇവിടെ റൂമുകളില് ഏതെങ്കിലും റൂമിൽ താമസിച്ചോട്ടാളെ അല്ല നിങ്ങൾ എന്ത് പണിയാ ഈ പറയണേ? ഞാൻ കേൾക്ക ചെന്നൈ അങ്ങനെ പിടിച്ച് കേട്ടിക്ക പോലെ എന്ത് വർത്താൻ അവര് ഇവരെന്താ നിങ്ങൾക്ക് അറിയില്ലേ ഈ പെണ്ണ് കൊണ്ടുവരുമ്പോ ഈ പെരീക്ക കൊണ്ടുവരുമ്പോ 2 പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അറിയില്ലോ? സാറില്ല ഏതൊരു പണി കെട്ടി പിന്നെ എന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ കേരം കഴിക്ക അങ്ങോട്ട് കേരം കഴിച്ച് ആ കുട്ടീനെ പിടിച്ചിട്ട് എന്ത് പണി നിങ്ങൾ ചെയ്യണ? ആ സാറില്ല നിങ്ങൾ ആ 3 ആളും ഇവിടെ ശരിക്കും അവിടെ ജീവിച്ചോളെ. എത്രങ്ങാനും റൂമുണ്ട് ഇവിടെ. എടാ അയാൾ 3ാമത് കിട്ടിയോ? മതി ഓരോ വണ്ടി പണിച്ച് വന്ന് ഞങ്ങൾക്ക് എന്ത് കുറവുള്ളത്? പേരടാ കുടിക്കുക. പെണ്ണുങ്ങളുണ്ടല്ല 1 2 3 കുറഞ്ഞ സാധനങ്ങൾ ഇതിനടാ കുടിക്കുക. കുടിക്കാനും പറ്റില്ല. നിങ്ങളാണ് തിരക്കടില്ലല്ലോ. ഞാൻ അങ്ങാടിയിൽ അതായത് നിങ്ങളോട് രണ്ടാളും പ്രത്യേകം പറയുള്ളത് എന്റെ വീടല്ലേ? അതെ. ഞാൻ നിങ്ങളോട് നിങ്ങൾക്കും അതറിയണം. ഇനി ഒന്നുമില്ല, നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ
ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ എങ്ങോട്ടാ പോകാം. അത് ന്യായം. ഇയാളാണ് ഇതിനൊക്കെ കാരണം. അയാളെങ്കിൽ നമുക്ക് ഞങ്ങൾ വരും. നിങ്ങളാണ് ഇതിനൊക്കെ കാരണം. വെച്ചതിനൊക്കെ ഞങ്ങളിപ്പോ ഈ നേരെ പോകുന്ന കുടുംബവാർഡിക്കാണ്. മൂന്നാമത് കെട്ടിക്കാളെ പരിപാടികളുണ്ടായി. വാടകക്കുമായി താമസിച്ചോളി. ഇതിനുള്ള കയറൂല. നിങ്ങൾക്ക് സമാധാനമല്ലോ. നിങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാരും ഉണ്ട്. വണ്ടിയും പറയുന്നത് പോരെ. വണ്ടി വരുന്നുണ്ട് കൂടെ നേരെ ചൂടിട്ടെടുത്ത് ഫാൻ പോയിക്കോ. ഇതാണ് ഇനി നമ്മളെ അവിടെ ഇങ്ങോട്ട് കയറാൻ പാടില്ല. മൂത്ത കിട്ടോ കൊണ്ട ചാടിക്കോ. ഇതേ ഒരു തൊഴിലാക്കി കഴിഞ്ഞാൽ ഇന്നെ കിട്ടൂല കേട്ടോ. സോനാമിനാണ് വെട്ടേ മുറിച്ചതും തന്തക്ക് നീ പൂജ ഇട്ടിട്ടില്ല.